കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ചാനൽസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ചാനൽ നെയിം, ചാനൽ ലിങ്ക്, ചാനലിനെ കുറിച്ചൊരു കുഞ്ഞ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ മെയിലിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെയിൽസ് വന്നിട്ടുണ്ട്. അതിൽ മാക്സിമം മെയിലുകൾ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ബെസ്റ്റ് എന്ന് തോന്നിയ കുറച്ച് യൂട്യൂബ് ചാനൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുക, അത് ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് പ്രൊമോഷണൽ റിക്വസ്റ്റ് അത്ര പോസിബിൾ അല്ല. അതാദ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ചാനൽസിൻ്റെ നെയിംസ്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കയറി നോക്കുക, വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല ചാനലാണെന്ന് നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനലിൽ ഇനി മുതൽ ഉണ്ടാകും. ഇത്രയും ചാനലിൽ ബെസ്റ്റ് എന്ന് തോന്നിയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും റിക്വസ്റ്റ് വന്നുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. ഈ വീഡിയോന് താഴെ വളരെ കുറച്ച് നമ്പർ ഓഫ് ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. ഇതേപോലെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കുന്ന കുറച്ച് ബെസ്റ്റ് യൂട്യൂബ് ചാനൽസിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ വാട്സപ്പ് നമ്പറും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ചാറ്റും ഒക്കെ നോക്കുന്ന സമയത്ത് അതിൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബെസ്റ്റ് 15,000 താഴെ വരുന്ന മൊബൈൽ ഫോൺസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ബെസ്റ്റ് ഒരു ഫോൺ ഏതാണ് എന്നുള്ളത്. ഇപ്പോൾ കുറേ ഫോണുകളും പല പല മോഡൽസും പല പല ഫീച്ചേഴ്സുള്ള ഹാൻഡ്സെറ്റ്സും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോൺ എടുക്കുന്ന സമയത്ത് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ. നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വെറൈറ്റീസിൻ്റെ പേര് നമ്മൾ പറയും, പലതും പറയും. പക്ഷെ നമുക്ക് എടുക്കുമ്പോൾ ഇതിൽ ഏത് എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ 15,000 താഴെ ഉള്ള ഫോൺസിനെ കുറിച്ച് കുറേ മെസ്സേജസ് വന്നു, കുറേ റിക്വസ്റ്റ് വന്നു. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നിങ്ങൾ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചാണ് നിങ്ങളുടെതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന 15,000 ഉള്ളിൽ വരുന്ന കുറേ നല്ല ഫോണുകളുണ്ട്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് 2018 ഈ വർഷം റിലീസായതിലുള്ള ബെസ്റ്റ് 15,000 ബിലോ വരുന്ന ഫോൺസാണ്. അപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് തന്നെയാണ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും തീർച്ചയായിട്ടും. സോ ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 5 പ്രോ ആണ്. റെഡ്മി നോട്ട് 5 പ്രോ 5.99 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 636 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൻ്റേത്. ആൻഡ്രോയിഡ് 7.1 നോഗൌട്ട് ആണ് ഇതിൻ്റെ OS. 2 വേരിയൻസ് ആണ് വരുന്നത്. 4GB 64GBൻ്റെ ഒരു വേരിയൻറ്റും 6GB 64GBൻ്റെ ഒരു വേരിയൻറ്റും. ഇതിൽ ബെസ്റ്റ് ക്യാമറ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് റെഡ്മി നോട്ട് 5 പ്രോ തന്നെയാണ്. ബാക്ക് ക്യാമറ ഡ്യുവൽ ക്യാമറയാണ്, 12 മെഗാ പിക്സലിൻ്റെയും 5 മെഗാ പിക്സലിൻ്റെയും. ഇതിൽ 5 മെഗാ പിക്സലിൻ്റെത് ഡെപ്ത് സെൻസറാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലാണ്. ഫോട്ടോസ് നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ സൂപ്പർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇൻഫ്രാറെഡ് പോർട്ട്, FM റേഡിയോ, ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഈ ഫോണിലുണ്ട്. പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4GB 64GB വേരിയൻറ്റിന് 14,999 ആണ് വരുന്നത്. 6GB 64GB വേരിയൻറ്റിന് 16,999 ആണ് വരിക. റെഡ്മി നോട്ട് 5 പ്രോ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടത്. സെക്കൻഡ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സെൻഫോൺ ആണ്. അസൂസ് സെൻഫോൺ മാക്സ് പ്രോ M1. ഇതിൽ മാക്സ് പ്രോ M1ന് 3 വേരിയൻസ് ആണ് വരുന്നത്. 3GBൻ്റെ ഒരു വേരിയൻറ്റ്, 4GBൻ്റെ ഒരു വേരിയൻറ്റ്, 6GBൻ്റെ വേരിയൻറ്റ്. ഇതിൽ കോമൺ ആയിട്ട് പറയാനുള്ളത് സ്നാപ്ഡ്രാഗൺ 636 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. 5.99 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 8.1 ഓറിയോ ആണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഫോണിൻ്റെത്. ഇനി നെക്സ്റ്റ് OSൻ്റെ അപ്ഡേറ്റ് കിട്ടുമെന്നും പറയുന്നുണ്ട്. മൈക്രോ SD കാർഡിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റ് സ്ലോട്ട് ഉണ്ട്. ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. 5000 mAhൻ്റെ ബാറ്ററിയാണ് ഫോണിനുള്ളത്. 3GB 32GB വേരിയൻറ്റിന് 11,000 റുപ്പീസാണ് വരുന്നത്. 4GB 64GB വേരിയൻറ്റിന് 13,000 റുപ്പീസും. 6GB 64GB വേരിയൻറ്റ് അത് ലേറ്റസ്റ്റ് ആണ്. അതിന് വരുന്ന പ്രൈസ് 14,999 ആണ്. ഇതിൻ്റെ വ്യത്യാസം പറയുകയാണെങ്കിൽ 3GBൻ്റെയും 4GBൻ്റെയും വേരിയൻറ്റിൻ്റെ ക്യാമറയും 6GBൻ്റെ ക്യാമറയും തമ്മിൽ വ്യത്യാസമുണ്ട്. 3GBൻ്റെയും 4GBൻ്റെയും ക്യാമറ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലും ബാക്ക് ക്യാമറ ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്. അതിൽ 13 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമും മറ്റേ ലെൻസ് വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ ആണ്. 6GBൻ്റെ വേരിയൻ്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ഡബിൾ. ബാക്ക് ക്യാമറ ആണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഒന്നും 5 മെഗാ പിക്സലിൻ്റെ ഒന്നുമാണ് വരുന്നത്. നെക്സ്റ്റ് ഫോൺ റിയൽമി 1 ആണ്. 6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ, മീഡിയാടെക് ഹീലിയോ P60 പ്രോസസ്സർ,
3410 mAh ബാറ്ററി, ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ബാക്കിൽ 13 മെഗാ പിക്സലിൻ്റെയും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെയും ക്യാമറയാണ്. പിന്നെ 3 വേരിയൻസ് ആണ് എത്തുന്നത്. 3GB 32GB വേരിയൻറ്റ്, അതിന് 8999 ആണ് വരുന്നത്. പിന്നെ ഒരു 4GB 64GB വേരിയൻ്റ് ഉണ്ട്. പിന്നെ വരുന്നത് 6GB 128GB വേരിയൻ്റ് ആണ്. ആ വേരിയൻറ്റിന് 13,999 ആണ് വരുന്നത്. ഇതിൻ്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇത്രയും സ്റ്റോറേജ് ഉള്ള, ഇത്രയും റാം ഉള്ള, അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല സൂപ്പർ പവർഫുൾ പ്രോസസ്സർ ഉള്ളൊരു ഫോണാണ് എന്നത് തന്നെയാണ്. പവർഫുൾ പ്രോസസ്സറാണ്, നല്ല പെർഫോമൻസ് ആണ് റിയൽമിക്കുള്ളത്. നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഫ്രണ്ടിലും ബാക്കിലും സിംഗിൾ ക്യാമറാസ് ആണുള്ളത്. ഫിംഗർ പ്രിൻറ്റ്സ് സ്കാനർ ഇല്ല. പൊതുവേ ഇപ്പോൾ വരുന്ന എല്ലാ ഫോൺസിലും ഡ്യുവൽ ക്യാമും ഫിംഗർ പ്രിൻറ്റും ഒക്കെ കാണുന്നുണ്ട്. അതില്ല എന്നുള്ളൊരു മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഫേസ് അൺലോക്കാണ് ഇതിലുള്ളത്. ഫേസ് അൺലോക്ക് ഉണ്ട്. ഫേസ് അൺലോക്കിന് ഫ്രണ്ട് ക്യാമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടി ഒരു IR ക്യാമറയോ IR സെൻസറോ ഇല്ല. അതുകൊണ്ട് ഇരുട്ടിൽ നമ്മൾ ഫേസ് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്ര പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ പിൻ അല്ലെങ്കിൽ പാസ്വേഡ് തന്നെ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഫോൺ റെഡ്മി Y2 ആണ്. 5.99 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. ലേറ്റസ്റ്റ് ആണ്, മെയിൽ റിലീസ് ചെയ്ത മോഡലാണ്. സ്നാപ്ഡ്രാഗൺ 625 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും മോശം പ്രോസസ്സർ അല്ല. റെഡ്മിയുടെ കുറേ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 625 ആണ് പ്രോസസ്സറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ ഒന്നും 5 മെഗാ പിക്സലിൻ്റെ ഒന്നും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ ഒന്ന്. സെൽഫി ഫോക്കസ് ക്യാമറയാണ്. 3080 mAhൻ്റെ ബാറ്ററിയാണുള്ളത്. MIUI 9.5 ആൻഡ്രോയിഡ് 8 ഓറിയോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട് SD കാർഡിന്. 2 വേരിയൻസ് വരുന്നുണ്ട്. 3GB 32GB വേരിയൻറ്റും 4GB 64GB വേരിയൻറ്റും. 3GB വേരിയൻറ്റിന് വരുന്നത് 9999 ആണ്. 4GB വേരിയൻറ്റിന് വരുന്നത് 12999. നെക്സ്റ്റ് ഫോൺ ഹോണർ 9N ആണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് റിലീസ്, ജൂലൈയിൽ റിലീസായിട്ടുള്ള ഫോണാണ് ഹോണറിൻ്റെ 9N. 5.84 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ, നോഷ് ഡിസൈനാണ് വരുന്നത്. 3000 mAhൻ്റെ ബാറ്ററി, MIUI 8 ആൻഡ്രോയിഡ് 8ലാണ് OS വർക്ക് ചെയ്യുന്നത്. കിരിൻ 659 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ്. 2 വേരിയൻസ് വരുന്നുണ്ട്. 3GB 32GB വേരിയൻറ്റ്, 4GB 64GB വേരിയൻറ്റ്. 3GBക്ക് വരുന്നത് 11,999 4GBക്ക് വരുന്നത് 13,999. ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ബാക്ക് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ഒന്നും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. പിന്നെ ഹോണർ 9 ലൈറ്റ്, 9i, 9N ഇതൊക്കെ ഏകദേശം ഒരേ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോണാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഹോണർ 9N ആണ്. അതുകൊണ്ടാണ് ഞാൻ 9N പറഞ്ഞത്. പിന്നെ 9 ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ക്യാമറയാണ്. ക്യാമറ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഫോൺ Moto G6, 5.7 IPS LCD ഡിസ്പ്ലേ, 18:9, Gorilla Glass 3 ഇതൊക്കെയാണ് Moto G6ൻ്റെ എക്സ്റ്റേണൽ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ്രോയിഡ് 8 ഓറിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ 450 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലിൻ്റെ ഒന്നും 5 മെഗാ പിക്സലിൻ്റെ ഒന്നും ബാക്ക് ക്യാമറ വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ആണ് ഫ്രണ്ട് ക്യാമറ. ബാറ്ററി വരുന്നത് 3000 mAhൻ്റെ ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. അതേപോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. 2 വേരിയൻസ് വരുന്നുണ്ട്. 3GB 32GB, 4GB 64GB. 3GBൻ്റെ വേരിയൻറ്റിന് 13,999 4GBൻ്റെ വേരിയൻറ്റിന് 15,999 ആണ് പ്രൈസ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്, ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 450 ഉള്ളൂ. റിയൽമി ആണെങ്കിൽ 6GB 128GB തരുന്ന ഓറിയോ 8ൽ വർക്ക് ചെയ്യുന്ന ഫോണിന് ഒക്കെ ഇത്ര ഒരു പ്രൈസ് വരുന്നില്ല. ഒരു ബ്രാൻഡ് വാല്യൂ, മോട്ടോൻ്റെ ബ്രാൻഡ് വാല്യൂ ആയിരിക്കണം ഒരു പക്ഷേ ഈ ഒരു കൂടിയ പ്രൈസിനുള്ള കാരണം. നെക്സ്റ്റ് ഫോൺ റെഡ്മി നോട്ട് 5, 5.99 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ. പുതിയ ഡിസൈനാണ്, കാണാൻ കൊള്ളാം. തിന്നായിട്ടുള്ള ബെസൽസ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 625 ആണ് പ്രോസസ്സർ. നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും പക്ഷേ നൈസാണ്. 12 മെഗാ പിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഉള്ളത്. 4000 mAhൻ്റെ ബാറ്ററി ഉണ്ട്. ആൻഡ്രോയിഡ് 7.1 നോഗൗട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. 2 വേരിയൻസ് വരുന്നു. 3GB 32GBൻ്റെയും 4GB 64GBൻ്റെയും. 3GBൻ്റെ വേരിയൻറ്റിന് 9999 4GBൻ്റെ വേരിയൻറ്റിന് 11999 ആണ് പ്രൈസ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ പറയാൻ പോകുന്നത് ഹോണർ 7A കുറിച്ചാണ്. 5.7 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 430 പ്രോസസ്സർ, 13ൻ്റെ ഒരു ക്യാമറയും 2ൻ്റെ ഒരു ലെൻസും. അങ്ങനെയാണ് ബാക്കിൽ വരുന്നത്. 2 ഡ്യുവൽ ക്യാമറാസ് ആണ്. ഫ്രണ്ടിൽ വരുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ.
3000 mAh ബാറ്ററി, ആൻഡ്രോയിഡ് 8 ഓറിയോ EMUI സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. 3GB 32GB വേരിയൻറ്റിന് വരുന്നത് 8,999 റുപ്പീസാണ്. മൈക്രോ SD വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ മാക്സിമം 2018 റിലീസായിട്ടുള്ള ഫോൺസ് നമ്മൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പഴയ ഫോൺസും കഴിഞ്ഞ കൊല്ലത്തൊന്നും അധികം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺസ്, പവർഫുൾ ആയിട്ടുള്ള നല്ല പെർഫോമൻസും ക്യാമറയൊക്കെയുള്ള ഫോൺസ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ കുറേ ഫോണിൻ്റെ പേര് പറഞ്ഞില്ലേ, ഇതിലൊരു ബെസ്റ്റ് ഫോൺ പറയുമെന്ന് പറഞ്ഞാൽ 3 എണ്ണം സെലക്ട് ചെയ്യും. ഒന്ന് Redmi Note 5 Pro, പിന്നെ Asus ZenFone Max Pro M1, പിന്നെ വരുന്നത് റിയൽമി. ഇതിൽ 3 സെലക്ട് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. Redmi Note 5 Pro സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ക്യാമറ ഫോണാണ് Redmi Note 5 Pro. പിന്നെ സെക്കൻഡായിട്ട് നമുക്ക് പറയാനുള്ളത് Asus ZenFone Max Proനെ കുറിച്ചാണ്. ഇതിൻ്റെ ഹാർഡ്വെയർ അടിപൊളിയാണ്, അതിൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്. ക്യാമറയിൽ ഒരു പൊടിക്ക് Redmi Note 5 Pro കൂടിയെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും നല്ലൊരു ബെസ്റ്റ് ഫോണാണ്. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞത് റിയൽമിയാണ്. റിയൽമി പറയാൻ കാരണം ഇത്ര പ്രൈസ് വരുന്നില്ല, പ്രൈസും കുറച്ച് ലോ ആണ്, പെർഫോമൻസും അടിപൊളിയാണ്, എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ഫോണാണ് റിയൽമി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇതുള്ളത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞത് 15,000-ൻ്റെ ഉള്ളിൽ വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ കുറിച്ച് പറഞ്ഞൊരു വാങ്ങിക്കാനാണ് എന്നാണ്. എങ്കിലും കുറച്ചുകൂടി കൂടുതൽ നിങ്ങളുടെ കയ്യിൽ ഇടാനുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് തോന്നുന്ന വേറൊരു മോഡലിൻ്റെ കാര്യം പറഞ്ഞുതരാം. 17,000 സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്നുണ്ട് MI A2. ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിന് 17,000 ആണ് വരുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും. കാരണം സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇതിൻ്റെ പ്രോസസ്സറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 15,000 നോക്കുന്നവർക്ക് ഒരു 2,000 കൂടിയിട്ട് 17,000-ൽ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ബെസ്റ്റ് ഫോണായിട്ട് ലേറ്റസ്റ്റ് റിലീസ് ചെയ്തതിലുള്ളത് ഹോണർ പ്ലേ ആണ്. ഗെയിമിംഗ് ഫോണാണ്, വളരെ പവർഫുൾ ഫോണാണ്. അതിൻ്റെ പ്രോസസ്സർ വരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കിരിൻ 970 ആണ്. വളരെ പവർഫുള്ളാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡൽസിൽ ഹോണർ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. ഹോണർ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. അപ്പോൾ ഈ 2 മോഡൽ നമുക്ക് നോക്കാം. ഇനി ഇത്ര ബഡ്ജറ്റ് വേണ്ടെന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു വന്ന അതിലേതെങ്കിലും ഒരു മോഡൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ, നിങ്ങൾ എന്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പവർഫുൾ ആണോ അല്ലെങ്കിൽ ക്യാമറയാണോ പെർഫോമൻസ് ആണോ, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്, അതിൽ ഒരു ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബിഫോർ ദാറ്റ് പ്രൊമോഷൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ മെയിൽ അയക്കാം. കുറേ മെയിൽ വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ചെക്ക് ചെയ്ത് എടുക്കുന്ന ബെസ്റ്റ് എന്ന് തോന്നുന്ന ചാനൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കുറേ ചാനൽസ് ഇട്ടിട്ടുണ്ട്, അത് കയറി നോക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടെക്കിലെ കുറേ വിശേഷങ്ങളുണ്ട്, അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാം ഓൺ ദ വേ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ